നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്ന് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം നോക്കാൻ പോകണം. നിങ്ങൾ ഒരു പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളിപ്പോൾ മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, അവരെക്കുറിച്ച് ചിന്തിക്കാം. അവർക്ക് നിങ്ങളിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അവർക്ക് വളരെയധികം നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ അവർ നിങ്ങളോട് ഇത് തുറന്ന് പറയണം എന്നില്ല. ഓക്കെ, തുറന്ന് പറയുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഇത് അവരുടെ മനസ്സിലുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ അവർ നിങ്ങളോട് ഇത് ചിലപ്പോൾ പറയില്ല. നമുക്കൊന്ന് സീക്രട്ട് അറിയാൻ ശ്രമിക്കാം. അവർക്ക് നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 of Cups ആണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർ വളരെയധികം ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾ മേ ബി ഒരു സെലിബ്രേഷൻ എനർജി എന്ന രീതിക്കാണ്, അല്ലെങ്കിൽ ആഘോഷം, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണ്. നമ്മളെല്ലാവരും ഒത്തുചേർന്ന് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണുന്നത്. സോ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്, ഒരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അതൊരിക്കലും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ടൊന്നും എടുക്കേണ്ട. ഫ്രണ്ട്ഷിപ്പ് വേണം എപ്പോഴും, അല്ലേ? നമ്മൾ ആ ഒരു വെറും റൊമാൻറ്റിക് മാത്രമായ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോ കുറച്ച് ഫ്രണ്ട്ഷിപ്പും ഒക്കെ വേണം. സോ നിങ്ങളോട് എന്തും അവർക്ക് തുറന്നു പറയാൻ പറ്റുമായിരിക്കും, എന്തും ഇവിടെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന പോലെയാണ്, അല്ലേ? സോ നിങ്ങളുടെ കൂടെ ചേർന്ന് അവർ ആ ചില മൊമെൻറ്റ്സ് അവർ എൻജോയ് ചെയ്യാറുണ്ട് എന്ന രീതിക്കാണ്. സോ അതവർക്ക് വളരെ അധികം ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ച്. എൻ്റെ ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് തോന്നുന്നത് അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ജോലിയുടെ കാര്യങ്ങളായിരിക്കാം. മേ ബി നിങ്ങൾ വളരെയധികം സ്റ്റേബിളാണ് എന്ന രീതിക്കാണ്. ഇതിപ്പോൾ നിങ്ങൾ ജെൻസ് ആണ് എന്ന രീതിക്കല്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഓക്കെ, നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങളുടെ പണത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ. ഓക്കെ, ചിലപ്പോൾ അവർക്ക് വല്ല സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവാം. ആ സപ്പോർട്ടിനെ കുറിച്ചായിരിക്കാം. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലാണെങ്കിലും ശരി. ഓക്കെ, നിങ്ങൾ ആ ഒരു നിങ്ങളുടെ കുടുംബമായാലും എന്ത് തന്നെയായാലും നിങ്ങളത് നടത്തുന്ന രീതി, നിങ്ങൾ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്, കെയർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അത് അവരൊരുപാട് അഡ്മയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് അവർ കരുതുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഒരു അഡ്മയറിങ് ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ എംപ്രസ് ആണ്. ഓക്കെ, വാവ്. എംപ്രസ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളെ വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട് ശരിക്കും. ലൈക്ക് നിങ്ങൾ ലേഡി ജെൻസ് എന്ന രീതിക്കല്ല. ഓക്കെ, ആരായാലും ശരി. ഓക്കെ, നിങ്ങൾ വളരെയധികം കെയറിങ് ആണ്, ന്യൂച്ചറിങ് ആണ്. ഓക്കെ, നിങ്ങൾ അവർക്ക് ഒരുപാട് ശരിക്കും അവരുടെ ലൈഫിനെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അവരെ കെയർ ചെയ്യുന്നുണ്ടാവും. വേണ്ടപ്പോൾ ഒരു അമ്മയാവുന്നുണ്ടാവും, അമ്മയോ അച്ഛനോ ആവുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ രീതിയിലാവുന്നുണ്ടാവാം, ചിലപ്പോൾ വൈഫ് പോലെ ഹസ്ബൻഡ് പോലെ ആവുന്നുണ്ടാവാം. സോ എല്ലാ തരത്തിലും നിങ്ങൾ അവർക്കൊരു ഒരു ഫുൾ, നമ്മൾ പറയില്ലേ, ഫുൾ പാക്കേജ് എന്ന രീതിക്ക് പറയാം നമുക്ക്. അങ്ങനെയാണ് നിങ്ങൾ അവരുടെ കൂടെ ഉള്ളത്. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ വളരെയധികം എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് നേടുന്നുണ്ടാവും. അതും അവർക്ക് വളരെയധികം നിങ്ങളോടൊരു ബഹുമാനമുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, അവരൊരു ശരിക്കും അവർക്ക് കുറച്ച് പേർക്ക് നിങ്ങളെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് എന്ന രീതിക്കാണ് അവർ കാണുന്നതും, അതുമുണ്ട്. സോ യെസ്, നിങ്ങളോട് ഒരുപാട് നിങ്ങളുടെ ഒരു പവറിനെ അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് അത് അവർക്ക് ഇഷ്ടമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ശരിക്കും ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നേടുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ലൈഫ് മാനേജ് ചെയ്യുന്നത് എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കാറുണ്ട്. അവർക്കൊരു അത്ഭുതം തന്നെയാണെന്ന് പറയാം. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ യെസ്, അവർക്ക് ഒരു കാര്യമുണ്ട്, അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഭാഗ്യം കൊണ്ടുവരുന്നവരാണെന്ന്. ഓക്കെ, അവർക്കൊരു ലക്ക് വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും നടക്കും എന്ന രീതിക്ക് ഒരു തോന്നലുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ലക്ക് കൊണ്ടുവരുന്ന വ്യക്തികളാണെന്ന് അവർക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ എവിടെയോ ഭാഗ്യം കൊണ്ടാണ് നിങ്ങളെ കിട്ടിയത് എന്നും ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മേ ബി ഒരു മുജന്മ ബന്ധങ്ങളാണ് എന്ന രീതിക്കും തോന്നുന്നുണ്ടാവും. അതല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ഭാഗ്യം കൊണ്ടുവന്നു എന്ന രീതിക്കാണ്. എന്ത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും ശരി, എത്ര മോശമായ അവസ്ഥയല്ല അവർ കടന്നുപോയിട്ടുണ്ടെങ്കിലും എവിടെയോ നിങ്ങൾ വന്നപ്പോൾ മേ ബി അവർക്കൊരു ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ അവർ കണ്ട പോലെയാണ്. നിങ്ങളൊരു ഭാഗ്യം അവർക്ക് കൊണ്ടുവന്നു എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അതവർ ശരിക്കും അവർക്ക് നിങ്ങളോടൊരു നന്ദിയുണ്ട് എന്ന് പറയാം. ആൻഡ് ഇത് ഓക്കെ, 4 of Pentacles ആണ്.
സോ എവിടെയോ നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ അഗൈൻ എനിക്ക് വരുന്നുണ്ട്, കുറച്ച് ഫൈനാൻഷ്യലി നിങ്ങൾ വളരെയധികം കെയർഫുള്ളാണ്. ഓക്കെ, വളരെയധികം നിങ്ങൾ പണത്തിനൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സൂക്ഷിച്ച് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അനാവശ്യമായിട്ട് ചിലവൊന്നും ആക്കില്ല. ഓക്കെ, അങ്ങനെ മീൻസ് അവരെ കൊണ്ടും മേ ബി നമ്മൾ ചിലവരുണ്ട് ഗിഫ്റ്റ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയും. മേ ബി നിങ്ങൾ അങ്ങനെയൊന്നും പറയുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. ആൻഡ് നിങ്ങൾ ഈ ബന്ധത്തിനെ തന്നെ മേ ബി ചേർത്ത് പിടിക്കുന്ന രീതിയിൽ, അതായത് ബന്ധം വിട്ട് കളയാതെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ടാവാം. അതും അവർക്ക് ഇഷ്ടമാണ്. അതുമാത്രമല്ല ഓക്കെ, മേ ബി നിങ്ങളുടെ ഐ തിങ്ക് ആ ഒരു ചേർത്ത് പിടിക്കൽ എന്ന രീതിക്ക് തന്നെയാണ് മെയിൻലി എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒന്നുകൂടി എടുത്തേക്കാം. 5 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. അതിലും പക്ഷേ അവർക്ക് എവിടെയോ തോന്നുന്നുണ്ട്, അതായത് നിങ്ങളൊരു പ്രതീക്ഷ വെച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാറുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം, അവർ ഒറ്റപ്പെട്ടു പോയ ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് ഒരുപാട് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, അവർ ഒറ്റപ്പെട്ടു പോയ സമയത്ത് നിങ്ങൾ അവരെ കൂടെ നിന്നിട്ടുണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്ത് കാണാം. എനിക്ക് പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ വരുന്നുണ്ട്. സോ ഇവിടെ എനിക്ക് ഒരുപാട് ഫൈനാൻസിൻ്റെ കാര്യം തോന്നുന്നു. ഫൈനാൻസ് മാത്രമല്ല, നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ കുറച്ചുകൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഐ തിങ്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യലൊക്കെ അവർക്ക് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ മറികടന്നു എന്നായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിലാണെങ്കിൽ അവർക്ക് ആ സമയത്ത് നിങ്ങളൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ കൂടെ നിന്ന് കാണും. ഓക്കെ, ഏതൊരവസ്ഥയിലും നിങ്ങൾ അവരെ കൂടെ നിൽക്കും എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, നമുക്കിവിടെ ഇനിയും വേറെന്താ കിട്ടുന്നത് നോക്കാം. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഹെർമിറ്റ് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഡീപ്പ് നോളജ്, ഓക്കെ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ പവേഴ്സ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾ വളരെയധികം സ്പിരിച്വലി ഡെവലപ്ഡ് ആണ് എന്ന് അവർ കരുതുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഉണ്ട് എന്ന രീതിക്ക് അവർ കരുതുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും പലപ്പോഴും. മേ ബി അവർക്ക് തോന്നുന്നത് എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് അറിവുണ്ട്. മേ ബി നിങ്ങൾ പുറമേ കാണിക്കുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് അറിവുണ്ട് എന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവർ ശരിക്കും അത് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ ചില ക്വാളിറ്റീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഓക്കെ, ജസ്റ്റിസിൻ്റെ ഇവിടെ നിങ്ങൾ വളരെയധികം ന്യായമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യാറ്. ഓക്കെ, നിങ്ങൾ അന്യായം സഹിക്കില്ല. ഐ തിങ്ക് ഓക്കെ, നിങ്ങൾ കണ്ടു നിൽക്കുമ്പോഴും നിങ്ങൾ സഹിക്കില്ല. വേറെ ആർക്കെങ്കിലും അന്യായം വന്നാലും നിങ്ങൾ സഹിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും എല്ലാവരോടും നിങ്ങൾ ന്യായമായ രീതിയിൽ മാക്സിമം പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ആക്ച്വലി റെസ്പെക്റ്റിൻ്റെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. എവിടേക്കും ഒരു അഡ്മിറേഷൻ്റെ എനർജിയാണ് എനിക്ക് വരുന്നത്. അതായത് ബഹുമാനം അല്ലേ. ആൻഡ് ശരിക്കും ഒരു മോട്ടിവേഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ. അവരുടെ ലൈഫിലും നിങ്ങൾ സന്തോഷം കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നത് എല്ലാം അവർക്ക് ഒരു വളരെ നിങ്ങൾ കേപ്പബിൾ ആണ് എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, സോ ആ രീതിക്കൊരു എനർജിയൊക്കെയാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. നമുക്ക് 1-2 കാർഡ്സ് കൂടി നോക്കാം. ലാസ്റ്റ് വേറെന്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്നത് എന്തെങ്കിലും. ലെറ്റ്സ് സീ. ഓക്കെ, അഗൈൻ സ്റ്റാർ. വാവ്, അഗൈൻ അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ കൊണ്ടുവരുന്നത് നിങ്ങളാണ്, ഒരു ഹോപ്പ് കൊണ്ടുവരുന്നത് നിങ്ങളാണ്. അവർക്ക് നിങ്ങളെ കണ്ട് അഗൈൻ നിങ്ങൾ ലൈഫിൽ വളരെയധികം അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എന്തെങ്കിലും നേടുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ശരിക്കും ആക്ച്വലി സ്റ്റാർ പോലെയുള്ളവരായിരിക്കാം. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഓക്കെ, മറ്റുള്ളവരുടെ മുമ്പിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലും യൂട്യൂബിലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മോട്ടിവേഷൻ സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വല്ല കഴിവുകളുണ്ടാവാം. സോ അതിൻ്റെ ആയിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എവിടെയോ അവർക്കൊരു വിഷ് ഉണ്ട്, ആഗ്രഹമുണ്ട്, നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അതുണ്ട്. എന്ന് മാത്രമല്ല നിങ്ങൾ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്ന വ്യക്തികളാണ് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സ്റ്റാർ ആണ് എന്ന് തന്നെ പറയാം. ലാസ്റ്റ് വൺ 8 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് അവർ കരുതുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്, നിങ്ങൾ ഒരുപാട് എന്തിലായാലും നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്ന വ്യക്തികളാണെന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പ്ലസ് അവർ ഇപ്പം നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ തന്നെ അല്ലേ, അതിലുമൊക്കെ നമുക്ക് എഫേർട്ട് വേണം. സോ അതും നിങ്ങൾ ഐ തിങ്ക് മാക്സിമം നിങ്ങൾ എഫേർട്ട് കൊടുക്കാറുണ്ട് എന്നൊക്കെ അവർക്ക് അറിയാം. ഓക്കെ, ഇതൊന്നും ചിലപ്പോൾ അവർ തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു 4 ഓഫ് പെന്റിക്കിൾസ് കാർഡൊക്കെ കണ്ടത്, ഐ തിങ്ക് അവരെവിടെയോ അവരുടെ ഫീലിങ്സ് അടക്കി വെക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അവർ നിങ്ങളോട് ഇതൊന്നും തുറന്ന് പറയുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ ഇതൊന്നും ചിലപ്പോൾ കാണിക്കുന്നില്ല. എൻ്റെ ഇവിടെ എവിടെയോ ഏസ് ഓഫ് വോൺസ് ഉണ്ട്. സോ നമ്മൾ ലാസ്റ്റിൽ കാണുന്ന ഏസ് ആണ്. ഓക്കെ, ഏസ് ഓഫ് വോൺസ് ആൻഡ് ഏസ് ഓഫ് കപ്സ്. അവരുടെ ഫീലിങ്സ് ബോട്ടം ഡെക്ക് നമ്മൾ ആക്ച്വലി പറയുന്ന ഓവറോൾ എനർജി എന്ന് പറയും. സോ ഓവറോൾ എനർജിയിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും നിങ്ങളോട് ആ ഒരു പാഷനും സ്നേഹവും നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന രീതിയിലാണ്. നിങ്ങളുമായിട്ട് ഒരുപാട് ആ ഒരു സ്നേഹത്തിൻ്റെ നമ്മൾ പങ്കുവെക്കൽ, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം നിങ്ങളോട് കാണിക്കണം, പറയണം, ആ ഒരു ഇമോഷണൽ ഫീലിങ്സും അറ്റാച്ച്മെൻറ്റുമാണ് എനിക്ക് അവിടെ കാണുന്നത്. പാഷൻ്റെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പക്ഷേ ആൻഡ് ഇവിടെ ഫൂളും ഉണ്ടായിരുന്നു. സോ ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷെ എവിടെയോ മേ ബി
അവരതെല്ലാം ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ഒന്നും തുറന്ന് പറയുന്നുണ്ടാവില്ല. ബട്ട് മനസ്സിലാക്കിക്കോളൂ, വെരി ഷുവർ ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് മേ ബി അവർക്ക് ഈവൻ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ നോളജ് ഉണ്ട് എന്നുള്ള ആ ഒരു അറിവ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കേപ്പബിളായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ഹോൾഡ് ബാക്ക് എനർജി ചിലപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കാം വരുന്നത്. എന്നിട്ട് അവർ പോരാൻ തോന്നുന്നുണ്ടാവും എവിടെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തന്നെ അവർക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം. സോ എനിക്കെന്തോ അങ്ങനെ തോന്നി. സോ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം പലപ്പോഴും. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ അവരും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് യെസ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, ബട്ട് യെസ് ഇവിടെ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുള്ള ഫീലിങ്സും പാഷനും എല്ലാം എനിക്ക് കാണുന്നുണ്ട്. എല്ലാം ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ യെസ് ഇത് മേ ബി നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറയുന്നുണ്ടാവില്ല. ബട്ട് ഉണ്ട്, തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ട് ഇതൊക്കെ. ഓക്കെ, ബട്ട് ഓരോരുത്തർ ഓരോ തരത്തിലാണ്, അറിയാലോ. ഓക്കെ, നമുക്കെന്തായാലും പക്ഷേ ഇത് ഒരു ചെറിയ റീഡിംഗ് ആയിട്ട് എടുത്താണ്. എല്ലാവർക്കും നല്ലൊരു സാരിക്കട്ടെ. നന്ദി, നമസ്കാരം.